പലതരത്തിലുള്ള കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനിനി പറയാൻ പോകുന്നതും ഒരു കള്ളന്റെ കഥയാണ്. എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലൊന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? നമുക്ക് തുടങ്ങാം. ഏതായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇനി പൈറ്റ് തുടങ്ങാം. നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഓഹോ, കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. വിജയ, നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുമുട്ട തിന്നുപിടിക്കലും അല്ലേ? ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി SFIOയ്ക്ക് അറസ്റ്റ് ചെയ്യാം വീണ വിജയനെ. അതൊന്നും നമ്മളെ ഏൽക്കില്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. കാരണം ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. കഴിവേറി കള്ളന്മാര് ഹോൾസെയിലായിട്ട് ഇറങ്ങിയിരിക്കുക. ഇനി ഇവന്മാരെ അങ്ങനെ വിടാൻ പറ്റില്ല. സെക്ഷൻ 447 അനുസരിച്ച് വീണ വിജയനെ അറസ്റ്റ് ചെയ്തേ മതിയാവൂ. ഈ കൈകൾ ശുദ്ധമാണ്. കള്ളൻ അത് മതി, എത്തിക്സ് ഉള്ള കള്ളൻ അതിവിടെ വേണ്ട. എന്നാൽ SFIO എന്ന ഏജൻസി പൊതുവെ രാഷ്ട്രീയക്കാരെ അല്ല കൈകാര്യം ചെയ്യുന്നത്, ഗൗരവമേറിയ തട്ടിപ്പിനാണ്, സീരിയസ് ഫ്രോഡ് നടക്കുമ്പോഴാണ്. കള്ളന്മാരെ ജനിക്കണമെങ്കിൽ അവന്മാരെ പോലെ ജനിക്കണം. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരുപയോഗിച്ചുകൊണ്ട് മകൾ 2.7 കോടി രൂപ വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. അഴിമതിയും വഞ്ചനയും നടത്തി സ്വീകരിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ എന്തൊരു ചൊറിച്ചില്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ തിരിച്ചടിയില്ല. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഒന്നാം പ്രതിയാക്കി SFIO. ഒന്നും എന്നെ യേശില്ല. കഷ്ടം. നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. വിജയ, നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. മറ്റ് ഏജൻസികൾ പോലല്ല, ഇവർക്ക് ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതാണ് ഏജൻസിയുടെ രീതി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമുക്കറിയാം, ജെറ്റ് എയർവേസിന്റെയും സഹാറയുടെയും ഒക്കെ മുതലാളിമാർ ജയിലിൽ കിടന്ന കഥ നമുക്കറിയാം. ശതകോടികൾ സ്വന്തമായി ഉണ്ടായിരുന്നവർ പോലും ജയിലിലാണ്. അവരുടെ പണം അവരെ രക്ഷിച്ചിട്ടില്ല. അതുതന്നെയായിരിക്കും വീണ വിജയന്റെ അവസ്ഥ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പിണറായി വിജയൻ അഴിമതിയുടെ ദുർഭൂതമാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും തട്ടിപ്പും വെട്ടിപ്പും വർഗീയതയും ഒക്കെ കൊണ്ടാണ് പിണറായി തുടർഭരണം ഉറപ്പിച്ചതും ഇനിയും ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതും. ഇവിടെ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്, അങ്ങനെ കരുതിയാൽ മതി. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനിയും അന്നുണ്ട്. ഓക്കേ ബൈ.